ഹലോ. അപ്പോൾ ഫാരോസിൻ്റെ കുറച്ച് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ചെയ്ത് വീഡിയോ ഒന്ന് ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എടുത്തതിന് കഴിഞ്ഞ ശേഷം എനിക്കൊരു ചെറിയ ഇൻഫോ കിട്ടിയത് ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പറയുന്നത് ക്ലെയിം ചെയ്യാനാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും. അതായത് ഡെയിലി നിങ്ങൾക്ക് 0.2 ക്ലെയിം ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾക്കിവിടെ യൂക്ലിഡ്സ് ആപ്പ് എന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഏതിൽ ചെയിനിലാണ് നിങ്ങൾക്ക് എതീറിയം ഇടുന്നത്. ഇപ്പോൾ ബേസ് എപ്പോളിയയിലുണ്ട്, അതുപോലെ സെപ്പോളിയയിലുണ്ട്, അല്ലെങ്കിൽ OG അല്ലെങ്കിൽ മൊണാഡ്, അങ്ങനെ ഏത് ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിവിടെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഫാരോസിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ ഫാരോസ് എന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ PH എന്ന് അടിച്ചാൽ മതി, ഫാരസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ സോണിയം മിനാറ്റോലും ഇത്രയും എത്തീറിയം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമില്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് മൊത്തം ഞാൻ എനിക്ക് നേടി ഫാരോസിന് മാറ്റും. അപ്പോൾ 11 ടോക്കൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ടോക്കൺ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ NFT മിൻ്റെയാണ് കേസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഓരോ ടോക്കൺ വെച്ച് വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ടോക്കൺ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എതീറിയം സെപ്പോളിയൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ മുന്നത്തെ ടെസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ മതി. അതിൽ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് വന്നിട്ട് ഇത്ര ടോക്കൺ കിട്ടും. അപ്പോൾ മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എന്ത് പറയുന്നുണ്ട്, 6 ടെസ്റ്റ് നെറ്റ് NFTs മിൻ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഇത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും ടെസ്റ്റ് നെറ്റ്വർക്കിൽ ഇതുപോലെ ടോക്കൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ യൂക്ലിഡ് സ്വാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഈ അപ്ഡേറ്റിൽ എന്ത് വന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എക്സ്പീരിയൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സീസൺ 2 എന്ന് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പോൾ സീസൺ 2 ആണെന്ത്, നമ്മൾ ഡെയിലി ചെക്കിൻ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഡെയിലി ചെക്കിൻ ചെയ്യുക. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോസിസ്റ്റത്തിലുള്ള ഓരോ ഡാപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡാപ്പുകളും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് പുതിയതായിട്ടൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കളക്ട് NFT എന്ന സംഭവമുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ പോകുന്നത് ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സൈറ്റിലേക്കായിരിക്കും. ഓട്ടോ സ്റ്റേക്കിംഗ് ടെസ്റ്റിൻ്റെ വഴിച്ചേക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, ഗ്രാൻഡ് ലൈം എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 6 NFTs ഇവിടെ കിടക്കുന്നുണ്ട്. ഈ 6 NFTs എന്ത് ചെയ്യുക, എല്ലാത്തും മിൻറ്റിംഗ് പ്രൈസ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ശരിക്കും കാണാം, ഫസ്റ്റത്തെ ഫാരോസ് ടെസ്റ്റിൻ്റെ വഴിച്ച് 1 മില്യൺ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് താഴേക്ക് വരുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ആക്റ്റീവായിട്ടിരിക്കുന്നവരെന്താണ് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഓക്കെ. ഇതിങ്ങ് വരുമ്പോൾ ഇത് എപ്പോഴും ആക്റ്റീവായിരിക്കും. ഇതിപ്പോൾ അൺലിമിറ്റഡ് സപ്ലൈ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെസ്റ്റ് നെറ്റിൻ്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്താണ് അതിനനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു ബാഡ്ജ് പോലെയാണ് എന്ത് ഈ ഒരു NFTs പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനും 1 ഫാരോസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ആച്ച് നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി എത്ര കിട്ടുള്ളൂ, 0.2 ഫാരോസ് ടോക്കൺ മാത്രമാണ് എന്തേ ഉള്ളൂ നമുക്ക് ഫോസെറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 5 ദിവസം ഇരുന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു NFT മിൻ്റ് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന്, അപ്പോൾ 2, 4, 6 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എല്ലാ NFTയും മിൻ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ മുന്നേ കൂട്ടി എല്ലാ ദിവസവും ക്ലെയിം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫാരോസ് ടോക്കൺ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ NFTസും മിൻ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റെണ്ണം വിടരുത്. എല്ലാ NFTസിനും എന്തുണ്ടാവും, ചിലപ്പോൾ വാല്യൂസ് ഉണ്ടാവും. വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെല് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ടെസ്റ്റ് നെറ്റ് NFT ആണ്. അപ്പോൾ ഇത് സെല് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിന് ചിലപ്പോൾ എന്തുണ്ട്, നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ആക്ടിവിറ്റി നോക്കാനായിട്ട് ഇത് മിൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അവസാനം എയർ ഡ്രോപ്പ് വരുമ്പോൾ. ഓക്കെ. അപ്പോൾ അതാണ് NFTs കേസ്. അപ്പോൾ ഇതെല്ലാവരും മറക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഇവിടെ സോഷ്യൽ ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഹോമിലേക്ക് പോയി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീസൺ 2 ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ആയാലും നിങ്ങൾ മെയിനായിട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ, അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, സ്വാപ്പും പ്രൊവൈഡ് ലിക്വിഡിറ്റി നിങ്ങൾക്ക് എന്താ അറിയാം. നിങ്ങൾക്ക് വെറുതെ സെനിത്തിൽ പോയിട്ട് നിങ്ങളുടെ ടോക്കൺ അങ്ങോട്ട് കൊണ്ട് സ്വാപ്പ് ചെയ്താൽ മതി. ഫാരോ സ്വാപ്പിലും ഇത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലിക്വിഡിറ്റിയിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡിറ്റി എപ്പോഴും ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പെയർ, അതായത് ഇപ്പോൾ ഒരു ഏത് പൂളാണോ, ഇപ്പോൾ ഏതിലാണോ നിങ്ങൾ ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പോകുന്നത് ആ പെയർ എന്ത് വേണം, നിങ്ങൾക്ക് ഇവിടെ എന്തായാലും വേണം, അപ്പർ സൈഡിൽ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡിറ്റി ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഓർക്കണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ടോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പോകുന്നത് ഫാരോസ് USDC ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഫാരോസിൽ നിന്ന് USDCയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ടോക്കൺ സ്വാപ്പ് ചെയ്യുക. എന്നിട്ട് ആ എമൗണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പൂളിൽ പോയിട്ട് ഒരു പുതിയ പൂളോ അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഉള്ള ഇപ്പോൾ ഈ പൂളില്ലേ, ഈ പൂളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോക്കൺ, അതായത് നിങ്ങളുടെ ലിക്വിഡിറ്റി ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ 2 ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡിറ്റി ആഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലിക്വിഡിറ്റി എല്ലാം ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇട്ടേണ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഓൾറെഡി ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടണം എന്നുണ്ടെങ്കിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി റിമൂവ് ആണെങ്കിൽ ലിക്വിഡിറ്റി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാം ചെയ്യാൻ നോക്കുക. അതായത് റിമൂവ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതായത് ഒരു ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റിയിലേക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പൂളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു പൂളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പൂള് ഏതെങ്കിലും 2 ടോക്കൺ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത്ര ടോക്കൺ കിടക്കുന്നുണ്ട്, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടോക്കൺ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് USDC ഓൾറെഡി ഇറക്കുന്നുണ്ട്, ഇത് മുന്നത്തെ ആയിരുന്നു. ഇപ്പോൾ പുതിയത് USDC കോയിന്നുണ്ട്, പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയ ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ നോക്കാം.
ഇത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ചെയ്യാൻ നോക്കുക. ഫാരോ സ്വാപ്പിലും ഇതുപോലെ തന്നെ 2 ടോക്കൺ ചെയ്യാൻ നോക്കുക. പിന്നെ സെൻഡ് ടു ഫണ്ട്സ് മറ്റുള്ള വാലറ്റിലേക്ക് ഒരിക്കലും അയക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളുടെ സ്വന്തം വാലറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി വാലറ്റിലേക്ക് മാത്രം അയക്കാൻ നോക്കുക. വേറെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ വേറെ ആരുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യും നിങ്ങൾ അയക്കരുത്. വേറെ പ്രൊജക്റ്റിലൊക്കെ സിബിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒറ്റ പ്രൊജക്റ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ റിസ്ക്കിയാണ് മറ്റുള്ള വാലറ്റിലേക്ക് ടെസ്റ്റ് ടോക്കൺ അയക്കുന്നത്. പിന്നെ ഇവിടെ ഫാരോസ് ഐഡൻറ്റി സർവീസ് ഉണ്ട്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ D3 ഡോമ ടെസ്റ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പേര്, നിങ്ങളുടെ ഇഷ്ടമുള്ള പേര്. ഇപ്പോൾ ഞാനിവിടെ മംഗബ്രോ എന്ന് അടിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി അത് മിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മംഗബ്രോ എന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞല്ല. അപ്പോൾ ഒരു സെക്കൻഡ്, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് വരാണ്ടിരുന്നത്. ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്തോട്ടെ. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഞാനിങ്ങോട്ട് ബാക്കോട്ട് പോവാണ്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അടിക്കാം. ഞാനിപ്പോൾ ക്രിപ്റ്റോ മങ്കിന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് ആരോ എടുത്തിട്ട് പോയി. ക്രിപ്റ്റോ മങ്കിന്ന് അടിച്ച് കഴിഞ്ഞാൽ അതാണ് അവൈലബിൾ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് കിട്ടില്ല. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യേണ്ടത്, ഓൾറെഡി ജൂൺ 26-ാം തീയതി ജൂൺ 26-ാം തീയതി അല്ല, അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള പേരുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സിൻ്റെ പേരുകളോ അങ്ങനെ എന്തെങ്കിലും പേരുകളൊക്കെ എന്ത് ചെയ്യും, എക്സ് എന്നത് എക്സ് പ്ലാറ്റ്ഫോമിനുള്ള നിങ്ങളുടെ യൂസർ ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ഡി വേണമെങ്കിൽ മിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് PNS ഐഡിയിലുള്ളത്. പിന്നെ അടുത്തുള്ളത് RWFI ആണ്. ഇത് അക്വാപ്ലക്സ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരിക. അതിനുശേഷം ഇവിടെ 4 സ്റ്റെപ്പ് ഉണ്ട്. വാലറ്റ് കണക്ട് ചെയ്യുക, അതിനുശേഷം ലെസ് ഡൈവിങ് കൊടുക്കുക. അപ്പോൾ ഇവിടേക്ക് പോകും. ഇവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറയും. പ്രിൻസിപ്പൽ ടോക്കൺ, കൂപ്പൺ ടോക്കൺ, അതുപോലെ സേഫ്റ്റി ടോക്കൺ. 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് മൈ ഫസ്റ്റ് കോംബോ എന്ന് വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രാഫ്റ്റ് എന്നൊരു ബട്ടൺ കാണും. അപ്പോൾ ആ ക്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലെയിം യുവർ റിവാർഡ്സ് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, നിങ്ങൾക്കൊരു NFT കിട്ടും. ഈ NFT കൂടെ എന്ത് ചെയ്യുക, മിൻറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്ര മാത്രമാണ് എക്കോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ വരിക, ലെറ്റ്സ് ഡൈവിങ് കൊടുക്കുക. അതിന് ശേഷം സ്പ്ലിറ്റിൽ വന്നിട്ട് ഏത് സേഫ്റ്റി ടോക്കൺ കൂടി ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്രാഫ്റ്റ് മൈ ഫസ്റ്റ് കോംബോ കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ക്രാഫ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ NFT മിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ് ഇതിലുള്ളത്, അക്വാഫ്ലെക്സിലുള്ളത്. അപ്പോൾ അക്വാഫ്ലെക്സും കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റേക്ക് എന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഓട്ടോ സ്റ്റേക്കിംഗ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ വാലറ്റ് കണ്ടു ചെയ്യുക. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഫോസറ്റ് USDC എന്ന് പറഞ്ഞൊരു വേറൊരു കോയിൻ, USDയുടെ മോക്ക് USD എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ബട്ടൺ കാണാൻ, ഇപ്പോൾ മോക്ക് USD വോൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്ര എമൗണ്ട് ഒരു $20 അല്ലെങ്കിൽ $8 ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. അതിനുശേഷം എന്ത് ഇവിടെ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്താണ് കുറച്ച് ഡെപ്പോസിറ്റ് വിഡ്രോസിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ അപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈ വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യും, ഓട്ടോ സ്റ്റേക്കിംഗ് ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിവിടെ അപ്ലൈ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് അപ്ലൈ കൊടുത്തു. അത് നിങ്ങൾക്ക് എന്ത് ഇപ്പുറത്ത് ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പോർട്ട്ഫോളിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഉണ്ടാക്കാം. 2-4 പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോക്കൺ വെച്ചിട്ട് ഇതുപോലെ ഓരോ പോർട്ട്ഫോളിയോസൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ലോക്കും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതുപോലെ ഡെപ്പോസിറ്റ്, വിഡ്രോ എന്നുള്ള ആക്ഷൻസൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള ആക്ടിവിറ്റീസ്. ഓട്ടോ സ്റ്റേക്കിംഗ് കഴിഞ്ഞു. പിന്നെ ഫിയാമ ബ്രിഡ്ജാണ്. ഫിയാമ ബ്രിഡ്ജ് ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫാരോസിലും ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ പിന്നെ ഇത് ആക്ടിവായിട്ട് ചെയ്യേണ്ട വരികയില്ല. പിന്നുള്ളത് ട്രേഡെക്സ് എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോക്കൺ എടുക്കുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ APL USDP ഒരു ടോക്കൺ എടുക്കുകയാണ്. അത് ഞാൻ ബൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര അവൈലബിൾ ആയിട്ടുള്ള USDC ഇവിടെ കാട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒന്നും കാട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ 10 കൊടുത്തു, ഓപ്പൺ പൊസിഷൻ കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ടോക്കൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയോട്ടെ. ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വരിക. അതിനുശേഷം ബ്രോക്കറ്റ്സിൻ്റെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ടോക്കൺ ഇവിടെ ആദ്യം മിൻറ്റ് ചെയ്തെടുക്കുക. സ്വിച്ച് ടു ഫാരോസ് കൊടുക്കുക. ക്ലെയിം നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സൈൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്തുണ്ട്, നമുക്ക് അവർ ടെസ്റ്റ് ടോക്കൺസ് അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ ട്രേഡ് ചെയ്ത ആൾക്കാർ ഓരോരോ റാങ്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ബ്രോക്കറ്റ്സിലായിട്ട് പോവാണ്. അതിനുശേഷം ഇവിടെ ട്രേഡിൻ്റെ ഇതിലായിട്ട് പോവുക. ട്രേഡ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ USDC ഇവിടെ വന്നിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, USDC ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ കോയിൻ ബേസോ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാരാണ്, ഈ മൈക്രോസോഫ്റ്റ് IBM ഒക്കെ. അപ്പോൾ ഏതെങ്കിലും ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ എത്ര എമൗണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 10 കൊടുക്കുകയാണെങ്കിൽ 10 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓപ്പൺ പൊസിഷൻ കൊടുത്താൽ മതി. നിങ്ങളുടെ വാലറ്റിലേക്ക് നിങ്ങളുടെ ഫോസറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതുപോലെ വേണമെങ്കിൽ ലെവറേജ് കൊടുക്കാം, 1 5x അത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ 544 എത്തുമ്പോൾ നിങ്ങൾക്ക് ബൈ അല്ല ചെയ്യുന്നത്, 544 എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ട്രേഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടേക്ക് പ്രോഫിറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ 525 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് സ്റ്റോപ്പ് ലോസിലും കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഓപ്പൺ ബോക്സും കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെല്ലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോസറ്റ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഫോസറ്റ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഈ ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ട്രേഡേഴ്സിലുള്ളത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇപ്പോൾ ഇതിലുള്ളത്. പിന്നെ ഇതിൽ കുറേ എക്കോസിസ്റ്റം ആപ്പ് ഉണ്ട്. താഴെ നിങ്ങളിവിടെ എക്കോസിസ്റ്റത്തിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ കാണാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ബിറ്റ്കിറ്റ് വാലറ്റിൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഒരു അവരുടെ ടോക്കൺ വെച്ചിട്ട് അവരുടെ വാലറ്റ് യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിറ്റ്കിറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ EVM അഡ്രസ് അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതുപോലെ OKX വാലറ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഡാപ്പുകളും കിടന്ന് വർക്ക് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള ഹോമിൽ കൊടുത്തിട്ടുള്ള ഡാപ്പുകൾ മാത്രം വർക്ക് ചെയ്താലും മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബാക്കിയുള്ളതിലൊക്കെ ചിലപ്പോൾ ആക്ടിവിറ്റി ഉണ്ടാവില്ല. പിന്നെ ചിലത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പൊട്ട സൈറ്റുകളും ഉണ്ടാവാം. പൊട്ട സൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വാലറ്റൊക്കെ ഡ്രെയിൻ ആയി പോകാനുള്ള സൈറ്റുകളുണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളത് കൊടുത്തേക്കുന്നത് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റിയും ചെയ്ത പോലെ തന്നെ ഡെയിലി ചെക്കിനും എന്ത് ചെയ്യുക, എക്സ്പീരിയൻസിൽ വന്നിട്ട് ഡെയിലി ചെക്കിനും എല്ലാ ദിവസവും മിസ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ ഇത് തന്നെ പറഞ്ഞ ബിറ്റ്കിറ്റിൻ്റെ ആക്ടിവിറ്റി വന്നത് ടെസ്റ്റ് ടോക്കൺ കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ടോക്കൺ ബിറ്റ്കിറ്റ് വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് ടെസ്റ്റ് ടോക്കൺ എല്ലാ ദിവസവും ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാലറ്റിൽ 10 ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ടോക്കൺ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0.3 ഫാരോ ടോക്കണാണ് 24 മണിക്കൂറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 40,000 പേര് ഇപ്പോൾ ഓൾറെഡി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ മറക്കാതെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് NFTs ഒറ്റ ദിവസം ഒറ്റ ദിവസമല്ല, ഈ വന്നിട്ടുള്ള 6 NFTs എന്ത് ചെയ്യുക, മിസ്സാക്കാതെ എല്ലാം ക്ലെയിം ചെയ്യാൻ നോക്കുക. ഇതൊന്നും വിടരുത്. ഇതൊക്കെ അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് ടെസ്റ്റിൻ്റെ ഏറ്റവും അവസാനം എയർ ഡ്രോപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ക്ലെയിം ചെയ്തിട്ട് ടോക്കൺ ക്ലെയിം ചെയ്തിട്ട് എടുക്കാനാണ് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബിറ്റ്കിറ്റ് വാലറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബിറ്റ്കിറ്റ് വാലറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഒരു ഐഡിയ എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് EVM വാലറ്റിന് വേണമെന്നില്ല, നിങ്ങൾക്ക് ഒരു പുതിയ ബിറ്റ്കിറ്റ് വാലറ്റ് കൂടെ എക്സ്റ്റൻഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ വെച്ച് എന്ത് ചെയ്തു, സ്കാൻ ചെയ്തിട്ട് അതിൽ ക്ലെയിം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിങ്ങോട്ട് അയച്ചു കൊടുക്കുക. 0.3 എല്ലാ ദിവസം കിട്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം 0.5 ടോക്കൺ ഡെയിലി ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, നേരെ പകുതിയായിട്ട് 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 6 NFTസും ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ ചെക്കുക. ഇതാകെ 10 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സംതിങ് ടോക്കൺ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫാരോ ടോക്കൺ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ ദിവസവും മുടങ്ങാണ്ട് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വെച്ചാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.